ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിറകടുപ്പിലുണ്ടാക്കിയ ഫുഡ് കഴിച്ചാലോ. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. ഇപ്പോൾ കുറച്ച് നാളായി ഉമ്മയാണ് ഇപ്പോൾ വോയിസ് ഓവർ എടുക്കേണ്ട വീഡിയോയിലൊക്കെ സൗണ്ടും എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുമ്പോൾ ഞാനാണ് സൗണ്ടും എടുക്കുന്നത്, ഉമ്മ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഉമ്മാക്ക് ഇനിയും കൊടുക്കാനുണ്ട്. ഉമ്മാക്കിപ്പോൾ വോയിസ് ഓവർ എന്താ പറയുക പഠിച്ചുകൊണ്ട് തന്നെ നല്ല ഇൻട്രസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേണ്ട ഈ മുരിങ്ങയുടെ ഇലയിൽ ഒരു വാഴയിൽ കൂമ്പ് ഇങ്ങനെ മഴയും കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഓടിട്ട പീടിക. അപ്പോൾ ഇത് ചോറ്, സാമ്പാർ, മീൻകറി, അതുപോലെ തന്നെ പയറ് തോരൻ, പപ്പടം, പിന്നെ നല്ല മാങ്ങ അച്ചാർ കേട്ടോ. പിന്നെ ഓംപ്ലേറ്റും ഉണ്ടായിരുന്നു, മത്തി പൊരിച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് വറവ് അങ്ങെടുത്തിട്ട് അച്ചാറും അങ്ങെടുത്തിട്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് അങ്ങനെ തന്നെ ഒരു പിടി എടുത്തോട്ടെ. പിന്നെ മത്തി ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മത്തി അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചതാണ് കേട്ടോ. അത് അങ്ങനെ തന്നെ അങ്ങ് വായിലിട്ടു. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണേ. അപ്പോൾ ഇനി പപ്പടം ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പപ്പടം സാധാരണ ടേസ്റ്റ് ആയിരിക്കും, എന്നാലും പപ്പടം ഒന്ന് കഴിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഇത് പപ്പടം എല്ലാം സൂപ്പറായിരുന്നു. അപ്പോൾ ഏകദേശം കഴിയാനായി കേട്ടോ. അപ്പോൾ ഇത് സൂപ്പറായിരുന്നു, ഒന്നും പറയാനില്ല കേട്ടോ. അപ്പം മത്തീൻ്റെ തല മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു, നേരെ ഉമ്മാക്ക് അങ്ങ് പാസ് ചെയ്തു. ഉമ്മയാണെങ്കിൽ കയ്യും വെച്ച് ഞാനൊന്നറിയില്ല എന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിച്ച് കഴിയാനായി കേട്ടോ. അപ്പോൾ ഞാൻ ഉമ്മാനെ വിളിച്ചതാണ്. അപ്പോൾ ഉമ്മയാണെങ്കിൽ ഫുഡ് കഴിച്ചങ്ങ് വേർത്ത് പോയി ഗൈസ്. അപ്പോൾ ഉമ്മാക്കും എനിക്കും നല്ലോണം ഫുഡ് ഇഷ്ടമായിട്ടോ. ഞാൻ ഉമ്മയെ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പം ഇങ്ങനെ ഓരോരോ പിടിയെടുത്ത് ഞാനും കൂടി വീഡിയോ എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവേണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു രീതിയിൽ കയ്യിൽ ഫോണൊക്കെ വെച്ച് അങ്ങനെ പോസും അല്ലാതെ ഒക്കെ എടുത്തോട്ടോ. അപ്പം ഞാനും ഉമ്മയും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മയാണെങ്കിൽ ഉമ്മ ഭക്ഷണത്തിൻ്റെ അതിൻ്റെ അകത്ത് തന്നെയാണുള്ളത്. ഉമ്മാൻ്റെ ചിന്ത മൊത്തം ഭക്ഷണത്തിൻ്റെ അകത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മ ഇങ്ങോട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കൈ തട്ടി വിളിച്ചിട്ടാണ് ഉമ്മ ഇങ്ങോട്ട് നോക്കുക. അപ്പോൾ കൃത്യമായ സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോട്ടട പഞ്ചായത്ത് ഓഫീസിൻ്റെ നേരെ ബസ് ഇറക്കും. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നടന്ന് വരികയാണ് കേട്ടോ ചെയ്യുക. കുറച്ചേ നടക്കേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ ഇത് ദിനേശ് ചേട്ടൻ്റെ പീടിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ചോറിൻ്റെ കൂടെ നല്ല ഉപ്പിട്ട കഞ്ഞിവെള്ളം കൂടി കിട്ടുമേ. ഇവരിവിടെ ഈ ഒരു പീടിക തുടങ്ങിയിട്ട് 45 വർഷമായിട്ട് ഇരിക്കുന്നതാണ് ദിനേശ് ചേട്ടൻ. ഈ വെള്ള ഷർട്ടിട്ടാണ് ബാബുവേട്ടൻ. അപ്പോൾ അന്നും ഇന്നും ഒരുപോലെയാണെന്നാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവർ ചോറ് ഇവിടെ നിന്നാക്കും, കറികളൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. രാവിലെ എന്താ പറയുക ഇവർ 6 മണിക്കാണ് തുറക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണം. അപ്പോൾ 6 മണിക്ക് ഇവർ തുറന്നിട്ട് എന്താ പറയുക 10 മണി വരെ സ്നാക്സിൻ്റെ ടൈമാണ്. അതായത് ഇപ്പോൾ എന്താ പറയുക പൊറോട്ട അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇഡ്ഡലി, സാമ്പാർ അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ 10 മണി ആയി കഴിഞ്ഞാൽ സ്നാക്സിൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ എന്താ പറയുക ഊണിൻ്റെ ടൈമാണ്. ഇവർ 4 മണി വരെ ഉണ്ടാവും കേട്ടോ. 6 മണി തൊട്ട് 4 മണി വരെ ഇവരിവിടെ ഉണ്ടാകത്തുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ കഞ്ഞിവെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി എന്തായാലും ഉമ്മ കുടിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കൈയൊക്കെ കഴുകി ടിഷ്യൂവിനെ കൊണ്ടൊക്കെ കൈയൊക്കെ തുടച്ചതിന് ശേഷം അവർ ഒരു മുട്ടായി തന്നു കേട്ടോ, നാരങ്ങേൻ്റെ മുട്ടായി തന്നു. അപ്പോൾ ഇതാണ് പീടിക കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ട്, ഒന്നും കൂടി കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവർ ടാറ്റാ.